നിക്ക് എന്തായി ഭരണിപ്പാട്ട് കേട്ടിട്ട്? ഞങ്ങളേ ഇതേ ഇപ്പൊ നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണിക്ക് വന്നിട്ടുള്ളത് അല്ലേ? താലപ്പൊലിക്ക് മുമ്പ് വന്നിട്ടുണ്ട്, ഭരണിക്ക് പക്ഷെ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ആകെ ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. അതെ, ഇപ്പൊ എന്തായാലും ഭരണിക്ക് വരാൻ വേണ്ടി പറ്റി. പണ്ടേ നമ്മളിങ്ങനെ കേൾക്കുന്നതാണ് ഭരണിപ്പാട്ട് ഭരണിപ്പാട്ട്. എനിക്കൊരാഗ്രഹം ഭരണിപ്പാട്ടൊന്ന് കേട്ടാലോ. ഞാനും കേട്ടിട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ ഈ വീഡിയോയിലൊക്കെ കേട്ടതല്ലാതെ കേട്ടിട്ടൊന്നുമില്ല. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഭരണിപ്പാട്ടോട് കേൾക്കാൻ പറ്റുന്ന നോക്കാം. അതാണ്, അതുകൊണ്ടാണ് കുട്ടികളെയൊന്നും കൂട്ടാൻ. ഇവരുടെ മക്കളെയും കൂട്ടിയിട്ടില്ല, നമ്മുടെ മക്കളെയും കൂട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് വെറുതെ ഒന്ന് എടുത്ത് ചെറിയൊരു കൊടുങ്ങല്ലൂർ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വ്ളോഗ് അല്ലേ പറ്റിയ ഭരണിപ്പാട്ട്. നടക്ക ഇങ്ങോട്ട്. ഇങ്ങനെയുള്ള തറകളില്ലേ, അതോരോ കൂട്ടരുണ്ട്, അവകാശപ്പെട്ട തറകളാണ്. വേണ്ടി ക്ഷേത്രത്തിന് സമീപം ഏറെ പ്രിയങ്കരമാണ്. ഭക്തജനങ്ങളുടെ പ്രത്യേക നിക്ക് എന്തായി ഭരണിപ്പാട്ട് കേട്ടിട്ട്? വീഡിയോയിൽ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, കൃത്യമായിട്ട് തിരിയുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് മതിയായില്ലേ? അപ്പൊ എന്തായാലും കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കണ്ട് അല്ലേ? ഞങ്ങള് മാത്രം അല്ലെ, വേറെ ആരെയും കൂട്ടാതെ ഞങ്ങള് മാത്രം.
അതെ, ഞങ്ങള് വേറൊരു ആവശ്യത്തിന് വേണ്ടി എറണാകുളത്ത് വന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഭരണി നടക്കണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവരോടൊപ്പം അങ്ങനെ വന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ കണ്ണൻ്റെ ഒക്കെ വീട്ടിലേക്ക് ഞങ്ങൾ പോയത് ഒരാവശ്യത്തിന്. അപ്പോഴാണ് ഇവിടെ അടുത്ത് ഭരണി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അതും കൂടി കാണാൻ വേണ്ടി. അതെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം അല്ലേ. പിന്നെ ഒരുപാട് പേരെ കണ്ടു കേട്ടോ, നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരെ കണ്ടുകൂടാ. എല്ലാവരും എന്താ പറയാ, എല്ലാവരും കണ്ടപ്പോൾ ഒരു സന്തോഷം അല്ലേ. ഭയങ്കര സന്തോഷം. അപ്പൊ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ ചേട്ടാ.